ക്രോസ് സ്റ്റിച്ചും കച്ച് വർക്ക് എന്നും ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സ്റ്റിച്ചസ് ആണ്. അത് ക്രോസ് സ്റ്റിച്ച് ഇപ്പോൾ മെഷീൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് അല്ലാതെ ഹാൻഡ് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അത് കണ്ടാൽ തിരിച്ചറിയാനും പറ്റും, മെഷീൻ ക്രോസ് സ്റ്റിച്ചും ഹാൻഡ് ക്രോസ് സ്റ്റിച്ചും. അപ്പൊ അങ്ങനെ ചെയ്തിരിക്കുന്ന ഹാൻഡ് ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു സാരിയാണ്, ബഡ്ജറ്റിൽ വരുന്ന ഒരു സാരിയും. അതുപോലെ തന്നെ കച്ച് വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ കോമ്പിനേഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന കച്ച് വർക്ക് സാരിയും, ഫ്ലൈ സ്റ്റിച്ചും അതുപോലെ തന്നെ ഹെയർ ഇൻ ബോൺ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 4 സാരീസ് ആണ് ഇന്ന് കാണുന്നത്. 4 സാരീസും ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ആണ്. ക്രോസ് സ്റ്റിച്ച് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേറൊരു ഷീറ്റ് നമ്മൾ മേടിച്ചിട്ട് അതിന് മേലിൽ തയ്ച്ചിട്ട് അത് ഊരിയെടുക്കുന്നത്. അപ്പം അതിൻ്റെയുള്ള എഫേർട്ട് എന്തോരം ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അത്ര എഫേർട്ടിലുള്ള നമ്മൾ കാണുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ട്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് കച്ച് വർക്കിനും അതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ചിനും. പക്ഷെ എന്നാൽ അതിനുള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാനിന്ന് പറയുന്ന റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ 2 സാരീസും വളരെ വർത്ത് ആയിട്ടുള്ള സാരീസാണ്. അപ്പൊ ഈ 2 സ്റ്റിച്ചും അതുപോലെ തന്നെ ബാക്കി 2 സ്റ്റിച്ചും യൂസ് ചെയ്ത സാരീസ് നമുക്കിന്ന് കണ്ടു നോക്കാം. ഇതെല്ലാം റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. ഇതാണ് ആദ്യത്തെ സാരി. ഇത് പിങ്ക് കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് പിങ്കിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലോട്ടസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ ഫ്ലവറിന് ഹെയർ ഇൻ ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവ്സും ഹെയർ ഇൻ ബോൺ ആണ്. അത് ഡാർക്ക് ഒലീവ് ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്തത്. സ്റ്റെം സ്റ്റിച്ചുമാണ്. അപ്പം ഇതാണ് മുന്താണിയിൽ വരുന്ന ഡിസൈൻ. മുന്താണിയുടെ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഡിസൈനും മറു സൈഡിൽ അതിൻ്റെ ഒരു കുഞ്ഞു പോർഷനും ഇവിടം വരെയുള്ള ഒരു ഡിസൈനുമാണ് മറു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും എംബ്രോയിഡറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഡിസൈൻ മറു സൈഡിൽ കണ്ടുപോലത്തെ 2 ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. ഇതുപോലെ 2 ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ 2 ഡിസൈൻ കുഞ്ഞതല്ല ഒരു മീഡിയം സൈസ് 2 ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഡിസൈൻ ഉണ്ട്. അടുപ്പിച്ച് 2 എണ്ണമാണ് നമ്മൾ മുന്താണിയിൽ കണ്ടുപോലത്തെ അടുപ്പിച്ച് 2 എണ്ണമുള്ള ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് 2 എണ്ണം തയ്ച്ചിട്ടുണ്ട്. പുറകോട്ട് പോകുന്ന ആ ഒരു പോർഷനിൽ വരുമ്പോൾ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് 2 എണ്ണം തയ്ച്ചിട്ടുണ്ട്. പിന്നെ കാലിൻ്റെ അവിടെയാണ്, റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ്റെ അവിടെയാണ്. അവിടെയും ഒരു കുഞ്ഞ് ഡിസൈൻ തയ്ച്ചിട്ടുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വലിയ ഡിസൈനും പ്ലീറ്റ്സിൽ വരുമ്പോൾ 2 കുഞ്ഞ് ഡിസൈനുമാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ 2 കുഞ്ഞ് ഡിസൈൻസ് പ്ലീറ്റ്സിലുണ്ട്. ആദ്യത്തെ 2 പ്ലീറ്റ്സിൽ വരുന്ന ഡിസൈനിങ് ആയിരിക്കും ഇത്. അത് കഴിഞ്ഞിട്ട് ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബ്ലൗസ് പീസ് യൂസ് ചെയ്യുവാണെങ്കിൽ സെയിം കളർ യൂസ് ചെയ്യാം. അതല്ല ഇത് ഒരു ഡാർക്ക് ഷെയ്ഡ് പിങ്ക് യൂസ് ചെയ്യണമെങ്കിൽ അതായാലും യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1750 ആണ്. അടുത്തത് ഒരു നല്ല പ്യോർ ബ്ലാക്ക് ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ഫുൾ ക്രോസ് സ്റ്റിച്ചാണ്. ഇത് നമ്മൾ ആ നെറ്റ് മെഷ് വെച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ട് ആ നെറ്റ് മെഷ് ഊരിക്കളയണതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നല്ല ടൈറ്റ്ലി തന്നെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസൈൻ എൽ ഷേപ്പിലൊരു ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷൻ ആയതുകൊണ്ട് ബ്ലാക്കിൽ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മറു സൈഡിൽ മുന്താണിയുടെ മറു സൈഡിൽ ഒരു കുഞ്ഞ് ഡിസൈനുമാണ് വരുന്നത്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷൻ, പിന്നെ അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞത് ഒരു വലുത് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഫുൾ സാരി ഇതുപോലെയാണ് സാരിയിൽ വരുന്നത്. ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ ഒരു വലിയ ഫ്ലവർ, പിന്നെ ഒരു കുഞ്ഞത്, അങ്ങനെയാണ് നമ്മുടെ ഫുൾ സാരിയിലും ഇതുപോലെ ഡിസൈനിങ് പൊക്കോണ്ടിരിക്കുന്നത്. ഫുൾ സാരി എന്ന് പറഞ്ഞാൽ ഫുൾ ബോർഡർ നമ്മൾ പോകുന്നില്ല, എന്നാലും ഫ്രണ്ടിലൊക്കെ ഇതുപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ കാണാൻ നല്ല ഈ റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷൻ ബ്ലാക്കിൽ വന്ന കാരണം അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിനകത്തൊരു റെഡ് ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ആയാലും കുഴപ്പമില്ല. പൈപ്പിംഗ് ഒക്കെ റെഡ് പൈപ്പിംഗ് വെച്ചൊരു ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ആക്സസറീസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതുപോലെയാണ് ഫ്രണ്ടിൽ വളഞ്ഞു പോകുന്ന ആ ഒരു പോർഷൻ വരെ ഇതുപോലെ ഡിസൈനിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെയാണ് നമ്മുടെ ഡിസൈനിങ് വരുന്നത്. താഴെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം ബ്ലൗസ് പീസിൽ നിന്ന്. ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റിനും കുറച്ച് വ്യത്യാസമുണ്ട്.
ഇതിൻ്റെ റേറ്റ് 1850 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി നല്ല സ്കൈ ബ്ലൂ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നല്ല പിങ്ക്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ റോസ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ, പിങ്ക് അല്ല റോസ് എന്ന് പറയാം, റോസ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് പിങ്ക്, നടുക്ക് ഓരോ ലൈൻസും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത് ലീവ്സ് വന്നിട്ട് ഹെയർ ഇൻ ബോൺ ആണ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്ന ഫ്ലൈ സ്റ്റിച്ചാണ്. എന്നിട്ട് നടുക്ക് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചും ആണ് ചെയ്തിരിക്കുന്നത് ഓരോ പെറ്റൽസിൻ്റെ നടുക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സിന് ആങ്കർ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റിച്ചസ് എല്ലാം ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലൊരു ഡിസൈൻ, മുന്താണിയുടെ മറു സൈഡിൽ ഒരു ഫ്ലവറും ലീവ്സും ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഈ ബഡ് ഉണ്ടാവില്ല. അങ്ങനെയാണ് മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഒരു ഫ്ലവറും ബഡും ആയിട്ടാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ 2 ഡിസൈനാണ് തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലോട്ടാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിലും ഇതുപോലെ തന്നെ മുന്താണിയിൽ കണ്ട ഡിസൈനിങ് തന്നെയാണ് വരുന്നത്. ഇതുപോലത്തെ ഡിസൈനിങ് ഇങ്ങനെ മുന്താണി ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം വരുന്നുണ്ട്. 3 എണ്ണം ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, എന്നാൽ നല്ല ഭംഗിയിൽ വന്നിട്ടുമുണ്ട്. അങ്ങനെ 3 എണ്ണം ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ ആണ് വരുന്നത്. കാലിൽ വരുമ്പോൾ ഇതുപോലത്തെ ഫുൾ ഫ്ലവർ ഇല്ല, ഒരു കുഞ്ഞ് ഡിസൈനാണ് കാലിൽ വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കാലിൻ്റെ പ്ലീറ്റ്സിൽ, ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ കുഞ്ഞ് 2 ഡിസൈനാണ് വരുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു വലിയ ഡിസൈൻ. ഇങ്ങനെയാണ് താഴത്തെ പോർഷനിൽ വരുന്ന ഡിസൈനിങ്. അപ്പോൾ ഇതുപോലെയാണ് സാരിയിൽ ഇതുപോലത്തെ ഡിസൈനിങ്. 3 എണ്ണം ഫ്രണ്ടിലുണ്ട്, 2 എണ്ണം റണ്ണിങ് പോർഷനിൽ, ഒരെണ്ണം മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനത്തെ വലിയ ഡിസൈൻ അത്ര വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൽ 2 കുഞ്ഞ് ഡിസൈനും. ഇതാണെങ്കിലും ബ്ലൗസ് പീസ്, ഈ ഒരു പിങ്ക് ഷെയ്ഡ് ബ്ലൗസ് പീസ് 2x2 അല്ലെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ചെക്കോട്ടയുടെ തന്നെ മെറ്റീരിയൽ ബ്ലൗസ് പീസ് നല്ലതായിരിക്കും. അതല്ല ഈ സെയിം ബ്ലൂ ആയാലും ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു മെറൂൺ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് ക്രീം ആൻഡ് മസ്റ്റാർഡ് യെല്ലോ കളർ കോമ്പിനേഷനിൽ കച്ച് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നല്ല വലിയ കട്ടയിലുള്ള കച്ച് വർക്ക്സ് ആണ്. അതുകൊണ്ട് അത് നല്ല 6 strands യൂസ് ചെയ്ത് നല്ല അട്ടിപ്പിച്ച് തിക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ബോർഡറും ബോഡി പോർഷൻ മുഴുവൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇൻഡിവിജ്വൽ ഫ്ലവർ കച്ച് വർക്ക് പാറ്റേണും ബോർഡറിൽ, മുന്താണിയുടെ ബോർഡറിലായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്വയർ ബോക്സ് ആയിട്ടുള്ള കച്ച് വർക്കുമാണ്, ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. വലിയ സ്ക്വയർ അങ്ങനത്തെ 2 ഡിസൈൻ ജോയിൻ ചെയ്താണ് മുന്താണിയുടെ ഈ സൈഡിൽ ചെയ്തിരിക്കുന്നത്. കാണുന്ന മുന്താണി സൈഡ് ചെയ്തിരിക്കുന്നത്. മറു സൈഡിൽ ഒരു പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ബോഡി ഫുള്ളും ഇൻഡിവിജ്വൽ ബോക്സസ് ആയിട്ട് നമ്മൾ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. ലീവ്സുമായിട്ട് ഓൾട്ടർനേറ്റ് കളേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അങ്ങനെയാണ് മുന്താണി വരുന്നത്. അപ്പോൾ മുന്താണി അഴിച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വിടർത്തി പിടിക്കുവാണെങ്കിൽ കളർ കോമ്പിനേഷൻ കാരണം നല്ലൊരു എടുപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോഡി പോർഷൻ, റണ്ണിങ് പോർഷനിൽ 2 ഡിസൈനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ടാണ്. ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലത്തെ ഡിസൈനിങ് ഉണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ വരുന്നത്. 3 ഡിസൈൻ ഇതുപോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 അല്ല 4 എണ്ണം ഉണ്ട് കേട്ടോ. 4 ഡിസൈനാണ് ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അടുപ്പിച്ച് 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും ഇതുപോലെ ഡിസൈനിങ് ഉണ്ട്. നല്ല ഭംഗിയാണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് എടുത്തു പറഞ്ഞത്. അതുപോലെ വർക്കിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫിനിഷിംഗ് ഉണ്ട്. അത് ഒരു സ്പേസ് പോലും ഇല്ല. ഫുള്ളി ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കച്ച് വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡ് കാണുക. ബാക്കിൽ ഒട്ടും ത്രെഡ് വലിക്കാൻ അങ്ങനെ ഉണ്ടാവത്തില്ല. ആ ഒരു പൊട്ട് പോലെ നമ്മൾ കാണത്തുള്ളൂ കച്ച് വർക്ക് ചെയ്യുമ്പോൾ. അതാണ് ഈ വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബോട്ടം താഴത്തോട്ട് വരുന്ന കാലിൻ്റെ പോർഷനിലാണ്. കാലിൻ്റെ പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബ്ലൗസ് പീസ് ആയിട്ട് ഒരു കോട്ടൺ ബ്ലൗസ് പീസാണ്. ഈ 2 കളർ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ്. സാരിയുടെ കളറും ഉണ്ട്, വർക്കിൻ്റെ കളറും ഉണ്ട്, എല്ലാം കൂടി ഉള്ള ഒരു ബ്ലൗസ് പീസുമാണ്. ഇത് 1 മീറ്റർ ബ്ലൗസ് പീസുമാണ്. ഇതിൻ്റെ റേറ്റ്, ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2250 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് കൂടാൻ കാരണം വേറെ ഒന്നുമല്ല, ഒന്ന് കച്ച് വർക്കാണ്, പിന്നെ അത്യാവശ്യം നല്ലോണം മുന്താണിയിൽ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുമുണ്ട്.
ഇന്ന് നമ്മൾ 4 സാരിയാണ് കണ്ട്. ഈ 4 സാരിയിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അതല്ല റീക്രിയേഷൻ ആയിട്ട് വേറെ ഏതെങ്കിലും കളറിൽ ഈ സെയിം ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.